ഒരു വർഷം നീണ്ട പഠനത്തിനും ആ പേരിലുള്ള പലവിധ പടവെട്ടുകൾക്കും ശേഷം കാത്തിരുന്ന വലിയ അവധി എത്തിയപ്പോൾ മനസ്സിൽ എഴുതി സൂക്ഷിച്ച കളികളും കാഴ്ചകളും യാത്രകളും ഒന്നും ഉദ്ദേശിച്ചതുപോലെ നടക്കാത്ത ഒരു കെട്ടകാലമാകുമോ ഇതെന്ന ആശങ്ക നമ്മളെ പൊതിയുകയാണ്. ഉറക്കക്കുഴി തീർത്ത് ക്ലോക്കിൽ നോക്കാതെ എഴുന്നേറ്റ് വരുമ്പോഴേക്കും കട്ടക്കലിപ്പായി നിൽക്കുന്ന സൂര്യൻ കളിക്കാൻ ഇറങ്ങേണ്ട കണ്ടത്തെയും പറമ്പിനെയും ചുട്ടുപൊള്ളിച്ച് ബുൾസൈയടിക്കുവാൻ പരുവത്തിലാക്കിയിട്ടുണ്ടാകും. ഈ വറചട്ടിപ്പകലിന് പടിഞ്ഞാറോട്ട് പോയിട്ട് കളത്തിലിറങ്ങാമെന്ന് വിചാരിച്ചുള്ള കാത്തിരിപ്പ് അങ്ങനെ നീണ്ടു പോകുമ്പോൾ ദിക്കും പൊട്ടുന്ന വെള്ളിടിയുടെയും ചങ്കു പൊള്ളിക്കുന്ന മിന്നലിന്റെയും അകമ്പടിയോടെ തിമിർത്ത് പെയ്യുന്ന വേനൽ മഴയുടെ ഊഴമായി. മിച്ചമുണ്ടായിരുന്ന സിനിമകളും വീഡിയോകളും ആദ്യ ആഴ്ചയിൽ തന്നെ കണ്ടു തീർത്തിട്ട് വീട്ടിനുള്ളിൽ കുത്തിയിരുന്ന് ക്യാരംസോ ചെസ്സോ മറ്റോ കളിക്കാമെന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ വീണ്ടും കിടന്ന് ഉറങ്ങാൻ ഒരുമ്പെട്ടാൽ പുറത്ത് ബുൾസൈ ചട്ടി ഒരുക്കുന്ന സൂര്യൻ വീടിനെ ആവി നിറച്ചൊരു കുത്തുകുറ്റിയാക്കി മാറ്റിയിട്ടുണ്ടാകും. എല്ലാം തികഞ്ഞ് നല്ലൊരു ദിവസം വീട് കിട്ടിയാൽ മൈതാനത്തിറങ്ങുമ്പോൾ വേലിക്കെട്ട് പറഞ്ഞ സിക്സറുകളും എണ്ണം പറഞ്ഞ ഗോളുകളുമായി നമ്മളെ ത്രില്ലടിപ്പിച്ച പഴയകാല ഓർമ്മയാക്കിയ കാനഡയിലേക്കും ജർമ്മനിയിലേക്കും ഒക്കെ പറഞ്ഞ അയലത്തെ ചേട്ടന്മാരെ വല്ലാതെ മിസ് ചെയ്യും. കുഞ്ഞിക്കാലത്ത് കുത്തി വരച്ചതിന്റെ പേരിലും ഡയപ്പറിട്ട് നടന്നപ്പോൾ ഡപ്പാകൂത്ത് കേട്ട് ഡാൻസ് കളിച്ചതിന്റെ പേരിലും ഏക്കും പൊക്കും അറിയാത്ത ഗോളുകളും സിക്സറുകളും കണ്ട് കൈയടിച്ചവരുടെ കൂടിയതിന്റെ പേരിലും ഖജാനയിലെ നീക്കിയിരിപ്പ് പോലും നോക്കാതെ പാട്ടും ഡാൻസും പടംവരയും കീബോർഡും ക്രിക്കറ്റും ഫുട്ബോളും എന്ന് വേണ്ട ലോകത്തിലുള്ള സകലമാന ഐറ്റങ്ങളും പഠിപ്പിച്ച് സകലകലാ വല്ലവരാക്കാനുള്ള അച്ഛനമ്മമാരുടെ ഒന്നൊന്നര പരക്കം വാച്ചിട്ട് ഒരു വശത്ത് ലെവലേഷൻ താല്പര്യമില്ലാതെ നട്ടപ്രാന്നെടുത്ത് പ്രാക്ടീസ് ദിവസങ്ങൾ തള്ളി നീക്കുമ്പോൾ അവസാനിക്കാത്ത കളികളും മോഹിച്ചുപോയ യാത്രകളും ഉൾപ്പെടെയുള്ള പ്രത്യാശ നഷ്ടത്തിന്റെ നിരാശ മറുവശത്ത് തോൽക്കാൻ ഞങ്ങൾക്ക് മനസ്സിലാഹേ എന്ന് പറഞ്ഞ് പൊരിവെയിലും വേനൽ മഴയും വകവയ്ക്കാതെ കളിക്കാൻ ഉറച്ച് മുറ്റത്തിറങ്ങുമ്പോൾ കേറിപ്പോടാ എന്നുള്ള അലർച്ചയിൽ എല്ലാം അവസാനിക്കും. പക്ഷേ സൂര്യാഘാതവും ഇടിമിന്നലുമേറ്റുള്ള മരണങ്ങളുടെ വാർത്തകൾ കാണുമ്പോൾ കേറിപ്പോടാ എന്ന് അലറിയത് സാക്ഷാൽ പടച്ച തമ്പുരാനാണെന്ന് തോന്നിപ്പോകും. അതുകൊണ്ട് കൂട്ടുകാരെ, ഒതുങ്ങിയല്ലാതെ നമുക്ക് മുന്നിൽ വേറെ വഴിയില്ല. രാവിലെ 11 മുതൽ ഉച്ച കഴിഞ്ഞ് 3 വരെ സൂര്യപ്രകാശം ദേഹത്ത് പതിക്കുന്ന അഭ്യാസങ്ങളും വെയിൽ മാറിയാൽ ഇടിമിന്നലിന്റെ നടുവിലുള്ള പരീക്ഷണങ്ങളും അപകടം ക്ഷണിച്ചു വരുത്തുമെന്ന് തിരിച്ചറിവില്ലെങ്കിൽ നമ്മുടെ അവധിക്കാലം ദുരന്ത പര്യവസായിയായിരിക്കും. വീട്ടുകാരറിയാതെ ഒറ്റയ്ക്കും കൂട്ടുകാർക്കൊപ്പവും നീന്താനും ചൂണ്ടയിടാനും തോടും പുഴയും പാറക്കുളവും ഒക്കെ തേടി പോകുമ്പോഴും ഓർക്കുക, ആ പോക്ക് വിപത്തിലേക്കാകും. കരിമ്പിന് പോലും ശാരീരിക അധ്വാനമില്ലാതെ മണത്തും ചവച്ചും പുകച്ചും കുടിച്ചും അവധിക്കാലം ആഘോഷിക്കാനുള്ള വഴികളുമായി പലരും ചേട്ടന്മാരെ തേടിയെത്താൻ ഇടയുണ്ട്. അവരുടെ ഹോണുകൾക്കായി കാത്തിരിക്കുമ്പോൾ ഇരുട്ടിന്റെ ഇടങ്ങളിലേക്ക് അവരെ അനുഗമിക്കുമ്പോഴും ഓർക്കുക, ജീവിതകാലത്തിന് തന്നെ നിങ്ങൾ പൂർണ്ണ വിരാമം വിടുകയാണ്. ഇത്രയും നേരം പറഞ്ഞ് തളർന്ന കടിച്ചാൽ പൊട്ടാത്ത കനപ്പെട്ട വാചകങ്ങൾ എൻ്റേതല്ലെന്ന് നിങ്ങൾക്കറിയാം. എങ്കിലും അതിലും ചില കാര്യങ്ങളുണ്ടെന്ന് തോന്നിയാൽ നമ്മുടെ അവധിക്കാലം സുരക്ഷിതമായിരിക്കുമെന്ന് ഓർക്കുക. മാന്യ പ്രേക്ഷകർക്ക് അവധിക്കാല കഷ്ടപ്പാടുകളിലേക്ക് സ്വാഗതം.